എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ മൊഡ്യൂൾ ഹെയർ കളറിംഗിലെ വിവിധ ടെക്നിക്സ് പ്രാക്ടീസ് ചെയ്യുന്നതിനെ കുറിച്ചാണ്. സ്ലൈസിംഗ് കലയിൽ സ്കിൽ നേടുന്നതിലും ആഫ്റ്റർ കെയറിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കുന്നതിലും ഞങ്ങൾ ഫോക്കസ് ചെയ്യുന്നതായിരിക്കും. ഈ സെക്ഷന്റെ അവസാനത്തോടെ ഇനി പറയുന്നവയ്ക്കുള്ള സ്കിൽ നിങ്ങൾക്ക് ലഭിക്കും. സ്ലൈസിംഗ് പ്രൊസീജിയർ വിജയകരമായി നടപ്പിലാക്കുക, ആഫ്റ്റർ ഹെയർ കളർ സ്ലൈസിംഗ് കെയർ ടെക്നിക്സും ആവശ്യമായ സ്റ്റെപ്സ് മനസ്സിലാക്കുക. സ്ലൈസിംഗ് പ്രൊസീജിയറിനും ആഫ്റ്റർ കെയറിനും ആവശ്യമായ മെറ്റീരിയൽസും ടൂൾസും കളക്ട് ചെയ്യേണ്ടത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിനായി ആവശ്യമായ മെറ്റീരിയൽസ് ആൻഡ് ടൂൾസ്: ടൈമർ 1, മിക്സിംഗ് ബൗൾ ഒരെണ്ണം, മെഷറിംഗ് സ്പൂൺ 1, മെഷറിംഗ് സ്കെയിൽ 1, സ്പ്രേ ബോട്ടിൽ 1, ടിൻറ്റ് ബ്രഷസ് 1, പിൻ ടെയിൽ ചീർപ്പ് 1, സെറ്റിംഗ് ക്ലിപ്പ് 1. മെറ്റീരിയൽസ്: നെക്ക് ക്യാപ്പ് 1, നെക്ക് സ്ട്രിപ്പ് 1, ടവൽ 1, മൈൽഡ് ഷാംപൂ ഒരെണ്ണം, കണ്ടീഷണർ ഒരെണ്ണം, സെലക്ട് ചെയ്ത ഹെയർ കളർ 1, പെറോക്സൈഡ് അല്ലെങ്കിൽ ഡെവലപ്പർ 1, പ്രൊട്ടക്റ്റീവ് ഗ്ലൗസ് 1, കോട്ടൺ 1, പ്രൊട്ടക്റ്റീവ് ക്രീം 1, ഫോയിൽ പേപ്പർ 1. സ്ലൈസിംഗ് പ്രൊസീജിയറിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങളുടെ ക്ലയന്റിനെ കംഫർട്ടബിളായി ഇരുത്തി ഡ്രേപ്പ് ചെയ്യുക. റെഡ്നെസ് അല്ലെങ്കിൽ ഇറിറ്റേഷൻ ഏതെങ്കിലും ലക്ഷണം ഉണ്ടോ എന്ന് പാച്ച് ടെസ്റ്റിന്റെ ഫലങ്ങൾ നോക്കി പരിശോധിക്കുക. സ്കിൻ ക്ലിയർ ആണെങ്കിൽ മാത്രം തുടരുക. മുടി ഷാംപൂ ചെയ്യുക. ആവശ്യമെങ്കിൽ മുൻകരുതൽ നൽകുക. ഷാംപൂ ചെയ്യുമ്പോൾ തലയോട്ടിയിലെ പാടുകൾ ഒഴിവാക്കുക. പ്രൊട്ടക്റ്റീവ് ഗ്ലൗസ് ധരിക്കുക. ഇനി നമുക്ക് സ്ലൈസിംഗ് പ്രൊസീജിയർ ചെയ്യാം. മുടിയുടെ സെക്ഷൻസ്: മുടി ഭാഗങ്ങളായി ഡിവൈഡ് ചെയ്ത് ആരംഭിക്കുക. ഡിവിഷൻസിന്റെ വലുപ്പവും എണ്ണവും ആവശ്യമുള്ള സ്ലൈസിംഗ് റിസൾട്ടിനെയും മുടിയുടെ കനത്തെയും ഡിപ്പെൻഡ് ചെയ്യുന്നു. മുടിയുടെ മുകളിലെ ലെയറിലോ മുഴുവൻ തലയിലോ സ്ലൈസസ് ഉണ്ടാക്കാം. സ്ലൈസസ് സെലക്ട് ചെയ്യുക. ഓരോ ഡിവിഷൻസിലും നിറം നൽകുന്നതിന് നേർത്തതും യൂണിഫോം ആയതുമായ മുടിയുടെ ഡിവിഷൻസ് തിരഞ്ഞെടുക്കുക. ഈ സ്ലൈസസ് നിങ്ങൾ കളർ അപ്ലൈ ചെയ്യുന്ന ഹെയറിന്റെ സ്ട്രാൻഡ്സ് ആയിരിക്കും. സ്ലൈസുകളുടെ വലുപ്പവും കനവും കളർ എഫക്റ്റിന്റെ തീവ്രതയും ബോൾഡ്നെസ്സും നിർണ്ണയിക്കും. മുടിയുടെ നിറം തയ്യാറാക്കുക. സ്ലൈസിംഗിനായി നിങ്ങൾ ആഗ്രഹിക്കുന്ന ഷെയ്ഡുമായി മാച്ച് ആവുന്ന ഒരു ഹെയർ കളർ പ്രൊഡക്റ്റ് തിരഞ്ഞെടുക്കുക. നിറം തയ്യാറാക്കാൻ പ്രൊഡക്റ്റ് ഇൻസ്ട്രക്ഷൻസ് ഫോളോ ചെയ്യുക. അതിൽ ഒരു ഡെവലപ്പറുമായി കളറഞ്ച് കലർത്തി ഉപയോഗിക്കുന്നതോ റെഡി ടു യൂസ് ഫോർമുലയിൽ ഉള്ളതോ ആവാം. ഒരു സ്ട്രാൻഡ് ടെസ്റ്റ് നടത്തുക. തിരഞ്ഞെടുത്ത മുടിയുടെ ഡിവിഷൻസിൽ നിറം പ്രയോഗിക്കുന്നതിനു മുമ്പ് ഒരു സ്ട്രാൻഡ് ടെസ്റ്റ് നടത്തേണ്ടത് അത്യാവശ്യമാണ്. മുടിയുടെ ഒരു ചെറിയ ഭാഗം എടുക്കുക. കളർ മിക്സ്ചർ അപ്ലൈ ചെയ്യുക. പ്രൊഡക്റ്റ് റെക്കമെൻഡ് ചെയ്യുന്ന പ്രോസസ്സിംഗ് ടൈം ഫോളോ ചെയ്യുക. തിരഞ്ഞെടുത്ത നിറം ആവശ്യമുള്ള റിസൾട്ട് കിട്ടുന്നുണ്ടെന്ന് ഉറപ്പാക്കാനും അലർജി റിയാക്ഷൻസോ ഇറിറ്റേഷൻസ് ഉണ്ടോ എന്ന് പരിശോധിക്കാനും ഈ ടെസ്റ്റ് സഹായിക്കുന്നു. നിങ്ങളുടെ സ്കിന്നും ഡ്രസ്സും സംരക്ഷിക്കുക. ഹെയർ കളർ സ്കിന്നിൽ കറ പിടിക്കുന്നത് തടയാൻ ഹെയർ ലൈനിലും ചെവിയിലും കഴുത്തിലും ഒരു ബാരിയർ ക്രീം അല്ലെങ്കിൽ പെട്രോളിയം ജെല്ലി പുരട്ടുക. കൂടാതെ നിങ്ങളുടെ വസ്ത്രങ്ങൾ സംരക്ഷിക്കാൻ ഒരു പഴയ ടീഷർട്ട് അല്ലെങ്കിൽ കളർ റെസിസ്റ്റിംഗ് കേപ്പ് ധരിക്കുക. കളർ അപ്ലൈ ചെയ്യുക. ഒരു ഹെയർ കളർ ബ്രഷ് അല്ലെങ്കിൽ അപ്ലിക്കേറ്റർ ഉപയോഗിച്ച് തിരഞ്ഞെടുത്ത ഓരോ മുടി ചങ്കിലും തിരഞ്ഞെടുത്ത നിറം ശ്രദ്ധാപൂർവം അപ്ലൈ ചെയ്യുക. മുടി പൂർണ്ണമായും സ്പ്രെഡായിട്ടുണ്ടെന്ന് ഉറപ്പാക്കുക. തുല്യമായും കംപ്ലീറ്റായും കളർ ഡിസ്ട്രിബ്യൂട്ട് ആയിട്ടുണ്ടെന്നും ഉറപ്പാക്കുക. കളർ പ്രോസസ് ചെയ്യുക. മുടിയുടെ കളർ പ്രൊഡക്റ്റ് ഇൻസ്ട്രക്ഷൻസിൽ പറഞ്ഞിട്ടുള്ള പ്രോസസ്സിംഗ് ടൈം ഫോളോ ചെയ്യുക. ഇത് നിറം പൂർണ്ണമായും ഡെവലപ്പ് ആവാനും ആവശ്യമുള്ള എഫക്റ്റ് സൃഷ്ടിക്കാനും അനുവദിക്കുന്നു. പ്രോസസ്സിംഗ് ടൈം കൂടുതലാവുന്നത് ഒഴിവാക്കുക. കാരണം ഇത് ഓവർ പ്രോസസ് ചെയ്യുന്നതിനും മുടിക്ക് ഡാമേജ് വരുത്തുന്നതിനും ഇടയാക്കും. കഴുകിക്കളയുക. കണ്ടീഷനിങ് ചെയ്യുക. പ്രോസസ്സിംഗ് ടൈം പൂർത്തിയായി കഴിഞ്ഞാൽ വെള്ളം ക്ലിയർ ആവുന്നതുവരെ തണുത്ത വെള്ളത്തിൽ മുടി നന്നായി കഴുകുക. ചൂടുവെള്ളം ഉപയോഗിക്കുന്നത് ഒഴിവാക്കുക. കാരണം ഇത് മുടിയുടെ ഔട്ടർ സ്കിൻ തുറക്കുകയും നിറം മങ്ങുകയും ചെയ്യും.
കഴുകിയ ശേഷം കളർ ചെയ്തിട്ടുള്ള മുടിയെ നറിഷ് ചെയ്യാനും പ്രൊട്ടക്ട് ചെയ്യാനും കളർ സേഫ് കണ്ടീഷണർ ഉപയോഗിക്കുക. കഴുകി കണ്ടീഷനിംഗ് ചെയ്ത ശേഷം മുടി മെല്ലെ ടവൽ കൊണ്ട് ഉണക്കി ഇഷ്ടമുള്ള രീതിയിൽ സ്റ്റൈൽ ചെയ്യുക. സ്ലൈസിംഗ് എഫക്റ്റ് കൂടുതൽ വ്യക്തമായി കാണുന്നതിന് നിങ്ങൾക്ക് മുടി ബ്ലോ ഡ്രൈ ചെയ്യുകയോ കേൾ ചെയ്യുകയോ സ്ട്രെയിറ്റൻ ചെയ്യുകയോ ചെയ്യാം. കളറിംഗിന് ശേഷം കൂടുതൽ ശ്രദ്ധയോടെ നിറം സംരക്ഷിക്കേണ്ടത് അത്യാവശ്യമാണ്. മുടി കളർ ചെയ്യുമ്പോൾ നിങ്ങളുടെ ക്യൂട്ടിക്കൽ ലെയർ തുറക്കുന്നു. ഇത് മുടിയുടെ ഷാഫ്റ്റിലേക്ക് നിറം ഇറങ്ങുന്നതിനും എളുപ്പമാക്കുന്നു. നിങ്ങളുടെ അപ്പോയിന്റ്മെന്റ് കഴിഞ്ഞ് പെട്ടെന്ന് നിങ്ങളുടെ മുടി കഴുകുമ്പോൾ ക്യൂട്ടിക്കൽ ലെയർ ഇപ്പോഴും തുറന്നിരിക്കാം. അത് നിങ്ങളുടെ കളർ കഴുകിക്കളയും. ക്യൂട്ടിക്കൽ ലെയർ പൂർണ്ണമായും അടയ്ക്കുന്നതിന് 3 ദിവസം വരെ എടുക്കും. അതിനാൽ മുടി കളർ ചെയ്തതിനു ശേഷം മുടി ഷാംപൂ ചെയ്യാൻ നിങ്ങൾ എത്ര സമയം കാത്തിരിക്കുന്നുവോ അത്രയും സമയം കളർ പിഗ്മെന്റ് മുടിയുടെ ഔട്ടർ ലെയറിൽ കുതിർക്കേണ്ടി വരും. ഇത് സലൂൺ പോകുന്നതിനിടയിൽ നിങ്ങളുടെ നിറം കൂടുതൽ നേരം നിലനിൽക്കാൻ സഹായിക്കും. സൾഫേറ്റ് ഫ്രീ ഷാംപൂയും കണ്ടീഷണറും ഉപയോഗിക്കുക. സോഡിയം ലോറേറ്റ് സൾഫേറ്റ് അല്ലെങ്കിൽ സോഡിയം ലോറേറ്റ് ഈതർ സൾഫേറ്റ് എന്ന് പറയുന്നത് പല പേഴ്സണൽ കെയർ ഉൽപ്പന്നങ്ങളിലും കാണപ്പെടുന്ന ഒരുതരം ആനിയോണിക് ഡിറ്റർജന്റ് ആണ്. നിങ്ങളുടെ ഷാംപൂകൾക്കും കണ്ടീഷണറുകൾക്കും ഒരു ഫോം അല്ലെങ്കിൽ പത ഉണ്ടാക്കാൻ സഹായിക്കുന്നതിന് ഈ കെമിക്കൽ ഉപയോഗിക്കുന്നു. സൾഫേറ്റുകൾ ഉപയോഗിക്കുന്നതിലൂടെ നിങ്ങളുടെ മുടിയുടെ നാച്ചുറൽ ഓയിലുകളും മോയ്സ്ചറും നീക്കം ചെയ്യാനുള്ള അപകട സാധ്യതയുണ്ട്. ഇത് നിങ്ങളുടെ മനോഹരമായ മുടിയുടെ നാച്ചുറൽ കളർ നഷ്ടപ്പെടുത്താൻ ഇടയാക്കും. എല്ലാത്തരം മുടികൾക്കും സൾഫേറ്റ് ഫ്രീ ഓപ്ഷനുകൾ ലഭ്യമാണ്. അതിനാൽ നിങ്ങൾക്ക് ഫ്രിസിയോ, കേളിയോ, സ്ട്രെയിറ്റോ, തിന്നോ ആയ മുടിയാണെങ്കിലും എല്ലാവർക്കും അനുയോജ്യമായ ഒരു ചോയ്സ് ഉണ്ട്. നിങ്ങളുടെ കണ്ടീഷണറിൽ ഡൈ ചേർക്കുക. പിങ്ക്, പർപ്പിൾ അല്ലെങ്കിൽ ബ്ലൂ തുടങ്ങിയ നിറങ്ങൾ ഉപയോഗിച്ച് നിങ്ങൾക്ക് തിളക്കമാർന്ന ലുക്ക് ലഭിക്കണമെങ്കിൽ മുടി കഴുകുമ്പോൾ കണ്ടീഷണറിൽ അല്പം ഡൈ ചേർക്കാൻ ശ്രമിക്കുക. മുടിയുടെ വേരുകൾ വളരുന്നതുവരെ മുടി പുതുമയുള്ളതായി നിലനിർത്തുന്നതിന് നിങ്ങൾ കഴുകുമ്പോഴെല്ലാം ഇത് ചെറുതായി വീണ്ടും ഡൈ ചെയ്യുന്നത് നല്ലതായിരിക്കും. ഷാംപൂ ചെയ്യുമ്പോൾ വെള്ളത്തിന്റെ ടെമ്പറേച്ചർ കുറയ്ക്കുക. ഹോട്ട് ഷവർ ചിലർക്ക് അത്ഭുതമായി തോന്നുമെങ്കിലും നിങ്ങളുടെ മുടിയുടെ നിറത്തിന് അത്ര നല്ലതല്ല. ചൂടുവെള്ളം ഉപയോഗിച്ച് മുടി കഴുകുമ്പോഴും ഷാംപൂ ചെയ്യുമ്പോഴും കണ്ടീഷൻ ചെയ്യുമ്പോഴും നിങ്ങളുടെ മുടിയുടെ ഔട്ടർ സ്കിൻ തുറക്കപ്പെടും. നിങ്ങളുടെ നിറമെല്ലാം നഷ്ടപ്പെടുന്നത് തടയാൻ ചെറു ചൂടുള്ള വെള്ളത്തിൽ ഷാംപൂ ചെയ്യാൻ ശ്രമിക്കുക. തുടർന്ന് കണ്ടീഷനിങ് ശേഷം തണുത്ത വെള്ളത്തിൽ കഴുകുക. ചൂടുവെള്ളം ഷാംപൂവും കണ്ടീഷണറും തുളച്ചു കയറാനും വൃത്തിയാക്കാനും അനുവദിക്കും. തണുത്ത വെള്ളം നിങ്ങളുടെ കണ്ടീഷണറിൽ നിന്നുള്ള മോയ്സ്ചർ തടയാൻ സഹായിക്കും. അതേസമയം മുടിയുടെ ക്യൂട്ടിക്കൾ അടച്ച് നിറം മങ്ങുന്നത് തടയും. മുടി കുറച്ചു തവണ കഴുകുക. മുടിയുടെ നിറം കൂടുതൽ കാലം നിലനിൽക്കണമെങ്കിൽ ദിവസവും മുടി കഴുകുന്നത് ഒഴിവാക്കുക. ദിവസവും മുടി കഴുകുന്നതിലൂടെ നിങ്ങളുടെ മുടിയുടെ നിറം പുതുമയുള്ളതാക്കുന്ന നാച്ചുറൽ ഓയിൽസ് കഴുകുക മാത്രമല്ല, ഓരോ തവണ മുടി കഴുകുമ്പോഴും അല്പം ഹെയർ ഡൈ കഴുകി പോവുകയും ചെയ്യുന്നു. ഒന്നിടവിട്ട ദിവസങ്ങളിൽ അല്ലെങ്കിൽ ആഴ്ചയിൽ 2-3 തവണയെങ്കിലും മുടി കഴുകാൻ ശ്രമിക്കുക. അത് ഭംഗിയുള്ളതായി പരിപാലിക്കാനും ശ്രമിക്കുക. അവധി ദിവസങ്ങളിൽ ഡ്രൈ ഷാംപൂ ഉപയോഗിക്കുക. നിങ്ങൾ മുടി കഴുകാത്ത ദിവസങ്ങളിൽ കളർ സേഫ് ഡ്രൈ ഷാംപൂ ഉപയോഗിക്കാൻ ശ്രമിക്കുക. ഈ ഡ്രൈ ഷാംപൂകൾക്ക് നിങ്ങളുടെ മുടി റിഫ്രഷ് ആക്കാനും കഴുകാതെ തന്നെ ബ്ലോ ഔട്ട് പോലെയുള്ള രൂപം നൽകാനും കഴിയും. അവ എക്സ്ട്രാ ഓയിൽ അബ്സോർബ് ചെയ്യുകയും വോള്യൂം ചേർക്കുകയും നിങ്ങളുടെ മുടി ക്ലീൻ ആൻഡ് സ്റ്റൈലിഷ് ആക്കുകയും ചെയ്യുന്നു. കൂടാതെ സലോൺ സന്ദർശിക്കാതെ തന്നെ സലോൺ പോലെയുള്ള ഒരു ലുക്ക് നൽകിക്കൊണ്ട് നിങ്ങളുടെ മുടിയുടെ നിറം വർദ്ധിപ്പിക്കാനും നറിഷ് ചെയ്യാനും നിങ്ങൾക്ക് കളേർഡ് ടിന്റഡ് ഡ്രൈ ഷാംപൂ ഉപയോഗിച്ച് പരീക്ഷിക്കാവുന്നതാണ്. ഈ ലളിതമായ ആഫ്റ്റർ കളറിംഗ് കെയർ ടിപ്സ് ഫോളോ ചെയ്താൽ നിങ്ങളുടെ മുടിയുടെ നിറത്തിന്റെ തിളക്കവും ഡ്യൂറേഷനും നിലനിർത്താൻ സഹായിക്കും. ഇത് ഒരുപാട് ദിവസത്തേക്ക് ഭംഗിയും ഫ്രഷ്നെസ്സും ഉറപ്പാക്കുന്നു. ഈ സെക്ഷനിൽ നമ്മൾ കണ്ടത് സ്ലൈസിംഗ് പ്രൊസീജിയർ വിജയകരമായി നടപ്പിലാക്കുക. ആഫ്റ്റർ ഹെയർ കളർ സ്ലൈസിംഗ് കെയർ ടെക്നിക്സും ആവശ്യമായ സ്റ്റെപ്സും മനസ്സിലാക്കുക.
ഈ സെക്ഷനിലെ നിങ്ങളുടെ ശ്രദ്ധയ്ക്കും പാർട്ടിസിപ്പേഷനും നന്ദി. അടുത്ത സെക്ഷനിൽ നമുക്ക് വീണ്ടും കാണാം.